ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുതിരയാണ്, പച്ച വറക്കാത്തത്. ഇതൊന്ന് കഴുകി വേവാനിടാം. കുറച്ച് മതിയാവും കേട്ടോ. ഇതാ കഴുകി കുറച്ച് കുക്കറിൽ വേവാനിട്ടിട്ടുണ്ട്. പച്ചയായതുകൊണ്ട് തന്നെ ഒത്തിരി പെട്ടെന്നാവും. ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചു. ഇതാ 2 ടേബിൾ സ്പൂൺ ഓയിൽ, ലേശം കടുക് പൊട്ടിയതിലോട്ട് ഇതാ ചെറിയ ഉള്ളി ഒരു 10-15 ഉണ്ടാവും ചതച്ചത്. അഞ്ചിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഒരു 10 കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഒരു കല്ലെടുത്തു. ഇതാ ഒരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്. ഇതൊന്ന് ചതയ്ക്കണം. ഇതാ അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക് ഇതാ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവ് ഞാൻ കൂടുതലും കാന്താരി മുളകും കുരുമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതാട്ടോ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി പിഴിഞ്ഞതാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുതിര നോക്കാം. ഇതാ നമ്മുടെ മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ ഇതായി കിട്ടും. നന്നായി വെന്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഉടയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്താട്ടോ മിക്സിയിലിട്ട് ഒന്ന് ഓൺ ചെയ്താൽ മതി. ഒരുപാട് ഇതാവണ്ട, ഒന്ന് കേട്ടോ ഫ്രഷ് ചെയ്യണ പോലെ. അതായത് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതാ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും വെക്കാം, അല്ലാതെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതാട്ടോ ഒന്ന് തിള വന്നിട്ടുണ്ട്, മതിയാവും, നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ.